നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 5-ാം തീയതി, 1200-ാം ആണ്ട് ധനുമാസം 21-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. അതുപോലെ ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം അന്ന് പുരുട്ടാതി തീർന്ന് ഉത്രട്ടാതിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. പിറ്റേന്ന് രാവിലെ വരെയും ഉത്രട്ടാതി നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ എടുക്കുന്നവർ ഉത്രട്ടാതി നക്ഷത്രം തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് അന്നത്തെ നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രവും ഞായറാഴ്ചയും. ഇപ്പോൾ ഞായർ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ്, സൂര്യവാരം, സൂര്യൻ്റെ ദിവസം അന്ന് ഉത്രട്ടാതി നക്ഷത്രവുമായിട്ട് വന്നിരിക്കുകയാണ്. ഏറ്റവും അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. ഇന്ന് അവധി ദിവസമാണ്. വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ദിവസം കിട്ടേണ്ടത് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്. കാരണം കുടുംബസമേതം നിൽക്കുമ്പോൾ, അപ്പോൾ അവിടെ കുടുംബം ഇമ്പം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം ആവുകയുള്ളൂ. ആ ഇമ്പം വരണമെങ്കിൽ അന്നത്തെ ദിവസം നന്നായിരിക്കണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കും പ്രശ്നങ്ങളും അസ്വസ്ഥതയുമായിട്ട് അന്നത്തെ ദിവസം പോവും. മാത്രമല്ല ഒരാഴ്ചയും പോയി കിട്ടും. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിറ്റേ ദിവസം തൊട്ട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം മാറിക്കിട്ടാൻ ഉള്ള നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കണേ. അതേപോലെ ധനുമാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ പുരോഗതിയുടെ ഒരു വർഷമാണ്. ഇപ്പോൾ സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് പ്രകാശത്തെ തരും, ഒരുപാട് നേട്ടഭാവങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും, സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒരു വർഷമാണ്. എങ്കിലും സൂര്യന് ഒരു പ്രത്യേകതയുള്ളത്, കുറച്ച് ചൂട് ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ കുറച്ച് ടെൻഷനും കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ഇടവരും. അതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടി സൂര്യൻ എല്ലാ നക്ഷത്രദേവനാണ്. അതുപോലെ ജ്യോതിഷത്തിൻ്റെ പിതാവാണ്, അച്ഛനാണ് സൂര്യൻ, പ്രപഞ്ചത്തിൻ്റെ പിതാവാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യന് ഉള്ള പ്രാധാന്യം മറ്റൊന്നിനുമില്ല. പക്ഷേ സൂര്യൻ്റെ ദോഷം മാറ്റിയെടുക്കാനായിട്ട് സൂര്യഭഗവാനെ തൊഴണം. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സൂര്യനെ പ്രാർത്ഥിക്കണം. മറ്റ് ദേവതകളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ അമ്പലമൊക്കെ അന്വേഷിച്ചടക്കണം. സൂര്യനെ പ്രാർത്ഥിക്കാൻ ഒരിടത്തും വേണ്ട. സൂര്യൻ എല്ലായിടത്തും ഉണ്ട്. സർവ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. അപ്പോൾ സൂര്യൻ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് സൂര്യഭഗവാനെ തൊഴുക. അതുപോലെ പോകാൻ സാഹചര്യമുള്ളവർ ശിവക്ഷേത്രത്തിൽ ജലധാരയും അർച്ചനയൊക്കെ എല്ലാ മാസവും പക്കപ്പിറന്നാൾ തോറും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അന്ന് ചെയ്തു പോവുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഭാഗ്യത്തിന് വഴിതെളിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പുറത്തു പോകുന്നവർ, ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഫംഗ്ഷനോ മറ്റ് ബന്ധുവീടുകളിലോ ഒക്കെ അല്ലാതെ ഔട്ടിങ്ങിനോ ഒക്കെ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രാവുകാലം പറഞ്ഞത് 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5:13 തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 6:47 വരെ രാവുകാലം ഉണ്ട്. അപ്പോൾ രാവുകാല സമയം ഒന്നുകിൽ രാവുകാലത്തിന് മുമ്പോ ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങണം. അതുപോലെ വസ്ത്രധാരണത്തിലും ശ്രദ്ധിക്കണം. ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ ചുടുകല്ലിൻ്റെ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറിലുള്ളതോ അങ്ങനെ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.